അങ്ങനെ ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥർ അത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസിന് നമ്മളത് കൊടുക്കുകയും. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത് ഇതാദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. ധനവിനിയോഗ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സഭയിൽ ഫാത്തിമ തഹ്ലിയ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായിരുന്നു. ബജറ്റിൽ പേരാമ്പ്രയ്ക്കും കോഴിക്കോടിനും ലഭിച്ച പ്രത്യേക പദ്ധതികൾ എണ്ണി പറഞ്ഞ് നന്ദി അറിയിച്ച അവർ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് കൂടി സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ചില മാധ്യമങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെപ്പറ്റി ഫാത്തിമ ഇതിനു മുൻപും പ്രതികരിച്ചിട്ടുണ്ട്. താനൊരു പൊതുപ്രവർത്തകയാണെന്നും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മീഡിയ എന്ന പേരിൽ ചിലർ തന്റെ സ്വകാര്യ സൗഹൃദ സംഭാഷണങ്ങൾ അനുവാദമില്ലാതെ ഒപ്പിയെടുത്ത് വ്യാജ പ്രചരണങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും മുൻപ് അവർ ഫേസ്ബുക്കിൽ വൈകാരികമായി കുറിച്ചിരുന്നു. ഇന്ന് തനിക്കെതിരെ പ്രചരിക്കുന്ന ഒരു പോസ്റ്ററുമായാണ് ഫാത്തിമ തഹ്ലിയ നിയമസഭയിലെത്തിയത്. ഈ വിഷയത്തിൽ ഉടനടി ഇടപെട്ട സ്പീക്കർ പ്രസ്തുത പോസ്റ്റർ സൈബർ പോലീസിന് കൈമാറി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഫാത്തിമ തഹ്ലിയയുടെ നിയമസഭയിലെ പ്രസംഗം പൂർണ്ണരൂപത്തിൽ കേൾക്കാം. സ്പീക്കർ സർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, ഈ ഘട്ടത്തിൽ 1947 നവംബർ 26 ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല ബജറ്റ് ഈ സഭയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ അസാധാരണവും നാടകീയവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിർമ്മാണ ദൗത്യമായിരുന്നു സർ അത്. 1947 നവംബർ 26 അന്നത്തെ ധനമന്ത്രി ശ്രീ RK ഷൺമുഖൻ ചെട്ടി ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയായിരുന്നു സർ തരണം ചെയ്യുന്നത്. 2 നൂറ്റാണ്ട് വൈദേശിക ഭരണത്തിന് കീഴിൽ നിരക്ഷരരും നിരാലംബരും സ്വാതന്ത്ര്യം ഇല്ലാത്തവരുമായ ഒരു ജനതയെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ നാടിന്റെ ചട്ടക്കൂട് സുദൃഢമായ അടിത്തറയിലല്ല നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഉന്നതമായിട്ടുള്ള ഭൗതിക ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു നല്ല ജീവിതം ജനങ്ങൾക്ക് സമ്മാനിക്കാൻ നാം നടത്തുന്ന ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. സർ, കഴിഞ്ഞ 10 വർഷം യാതൊരു സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയുമില്ലാതെയാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് കടന്നുപോയത്. അതിനു മുകളിൽ സത്യസന്ധത എന്ന അടിത്തറയിൽ നിന്ന് ഈ ഇടക്കാല ബജറ്റ് വഹിച്ച പങ്ക് വലുതാണ്. സർ, അതേപോലെ ഇതേ സഭയിൽ 1977 മാർച്ച് 28 ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു ജനകീയ സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെയാകണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നതിനർത്ഥം വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു നിർത്തുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കുമ്പോഴും അത് സംസ്ഥാനത്തിന്റെ ഖജനാവിന് താങ്ങാൻ കഴിയുന്ന വരുമാന മാർഗങ്ങൾ കൂടി കണ്ടെത്തി നടപ്പിലാക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് വൈറ്റ് പേപ്പർ നമ്മളുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള ഭരണനിർവഹണമാണ് കഴിഞ്ഞു പോയത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സർ, എന്റെ മണ്ഡലത്തിലേക്ക് വരാം. പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു സാധാരണക്കാരുള്ള ഒരു സ്ഥലം. അവിടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെയാണ് കഴിഞ്ഞ 10 വർഷം കടന്നു പോയിട്ടുള്ളത്. വ്യാമോഹത്തിന്റെ വിത്തുകളായിരുന്നു പേരാമ്പ്രയിൽ പാകിയിട്ടുള്ളത്. അതെല്ലാം ഇന്ന് ഉണങ്ങിപ്പോയിരിക്കുകയാണ് സർ. അവിടെയാണ് ഒരു പ്രതീക്ഷയായിട്ട് ഈ ബജറ്റ് വന്നിരിക്കുന്നത്. ഈ ബജറ്റിൽ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു താലൂക്ക് എന്നുള്ള വർഷങ്ങളുടെ പഴക്കമുള്ള ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ്. അതിലെ ഒരു വലിയ ചുവടുവെപ്പ് ഈ ബജറ്റിലൂടെ സാധ്യമായി എന്നുള്ളതിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും ഈ സർക്കാരിന് നന്ദി പറയാനും ആഗ്രഹിക്കുകയാണ്. സർ, പേരാമ്പ്രയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു
സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് കൃഷിയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ റബ്ബർ, തെങ്ങ്, അടയ്ക്ക കർഷകർ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. അവരെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യമുള്ള മറ്റുള്ള കാര്യങ്ങളുണ്ട്. സർ, കോഴിക്കോട് ജില്ലയിലേക്ക് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർ, എന്താണ് ഒരു കലാകാരന്റെ സന്ദേശം? അതൊരു കാലഘട്ടത്തിന്റെ സന്ദേശമാണ് എന്നുള്ളത് ഈ സർക്കാർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ അജണ്ടയുടെ ആവശ്യമുണ്ട്. പുതിയ കാലത്തെ നവമാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടലുകളിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരികമായിട്ടുള്ള നിലവാരം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏതു രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എന്റെ വ്യക്തിത്വത്തെ, ഞാൻ എന്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അങ്ങ് ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥർ അത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസിന് നമ്മളത് കൊടുക്കുകയും. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഞാൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിന് അന്വേഷിക്കാനുള്ള ഓർഡർ എടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സർ, ഇത് എന്റെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്നത് സഭയുടെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായിട്ട്, അത് പൊതുമേഖലയിലാണെങ്കിലും ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഇടപെടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാകണം. അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള സൈബർ കേസുകളുടെ പിന്നാലെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ദയവായിട്ട് ശ്രമിക്കണം എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സർ, മറ്റൊരു കാര്യം, ഇവിടെ ഈ ബജറ്റില് ഏറ്റവും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കൈത്തറി വ്യവസായ മേഖലയെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതാണ്. സർ, കൈത്തറി മേഖല ഇന്ന് ഇങ്ങനെ അവസാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ് സർ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർ, നമ്മുടെ നാട്ടിലുള്ള മൺപാത്ര തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങളൊന്നും ആരും കാണാറില്ല. പേരാമ്പ്ര മണ്ഡലത്തിൽ എൻ്റെ ഒത്തിരി ആളുകൾ, എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെടുന്ന അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവരുടേതായിട്ടുള്ള സാലറി ഉൾപ്പെടെയുള്ള അലോവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഈ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറിയ സന്തോഷത്തോടെ തന്നെ അങ്ങയോട് പങ്കുവെക്കുകയാണ്. സർ, അവസാനിപ്പിക്കുന്നു. വിഖ്യാത കവി മിർസ ഗാലിബിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ മേൽ മിന്നൽ പതിച്ചു എന്ന് കരുതി ഞാൻ എന്തിന് പരിഭവിക്കണം? ഓരോ പുൽനാമ്പുകളും ചേർത്ത് വെച്ച് ഞാൻ എന്റെ കൂടാരം വീണ്ടും പണിതുയർത്തും. സർ, ഈ ധനവിനിയോഗ ബില്ലിലെ ഓരോ വിഹിതവും ഓരോ പുൽനാമ്പും ചേർത്ത് വെച്ച് ഈ നാടിനെ വീണ്ടും പടുത്തുയർത്താനുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിട്ടാണ് സർ കാണുന്നത്.
പ്രതിപക്ഷത്തിന്റെ ഇന്ന് സഭയിൽ ആരുമില്ല, പ്രതിപക്ഷത്തിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തെ തള്ളിക്കൊണ്ട് ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണച്ചതായി അറിയിക്കുന്നു സർ.